ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ എഗ് കറിയോ ഏത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. ഞാനിന്നിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. കുറച്ചും കൂടെ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇതുണ്ടാക്കാൻ ഒരുപാട് ടൈമും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ദോശയ്ക്കും അപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ വൈറ്റ് റൈസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കഴുകണം. 5-6 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മളിത് കുതിർക്കാനിടുന്ന വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നല്ലപോലെ കഴുകിയെടുക്കാൻ പറയുന്നത്. ഞാനിവിടെ 5 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അരിയും ഉഴുന്നും കൂടെ നല്ലപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല വെള്ളം ഒഴിച്ചാണ് ഇത് കുതിർക്കാൻ വയ്ക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് വെള്ളം മാത്രം ഒന്ന് പൊങ്ങി നിൽക്കുക. അതിനുശേഷം ഇത് 4-5 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. രാവിലെയാണ് അരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. അരിയും ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്നു. ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. വെള്ളം മാത്രം നമ്മൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. എല്ലാം വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു ട്രിപ്പിൽ കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ട്രിപ്പായിട്ട് മരയ്ക്കാം. ഞാനിതിവിടെ എല്ലാം കൂടെ ഒരു ട്രിപ്പിലാണ് ഇപ്പോൾ മരയ്ക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് ചോറും കൂടെ വേണം. ഞാൻ മട്ട റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏത് തരം റൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിനുശേഷം 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾക്ക് നേരത്തെ കുതിർക്കാൻ വെച്ച അതേ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടായിരിക്കും ഇരിക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൂടിപ്പോവരുത്, എന്നാൽ ഭയങ്കര കട്ടിയും ആവരുത്. നമ്മളിതിനകത്ത് ഈസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫെർമെൻ്റ് ആവാനായിട്ട് 5-6 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. ഞാനിതിവിടെ അടച്ചു വയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നല്ലപോലെ ഫെർമെൻ്റായി കാണും. ഇപ്പോൾ ഇതിവിടെ 4 മണിക്കൂർ കഴിഞ്ഞു. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മൾക്ക് ബാറ്റർ കിട്ടുന്നത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരുപാടിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുകയും ചെയ്യണം. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കണം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലല്ല, ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നെയ്യെല്ലാം തടവണം, അല്ലെങ്കിൽ ഇത് വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിനകത്തും നെയ്യ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് ചൂടാക്കണം. എന്നിട്ട് വേണം നമ്മൾക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതാണെങ്കിലും നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കണം. അതിനുശേഷം ഇത് സ്റ്റീമറിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഏതാണ്ട് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഫുള്ളാക്കേണ്ട ആവശ്യമില്ല. ഇത് വേവുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വരും. ഇപ്പം ഞാനിവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പഞ്ഞിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തോട്ടൊന്ന് ഇറക്കി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം സൈഡെല്ലാം ഇതുപോലെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ കയ്യിലോട്ടൊന്ന് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് വിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
അതേപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. ഈ ഒരളവിൽ 10 പഞ്ഞിയപ്പമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്